ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ഇടയാക്കിയതിന് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. നമ്മൾ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ഓരോ നാളും പഠിച്ചു വരുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ കർത്താവിൽ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നതിന് പകരം പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് അനുസരിച്ചായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇമോഷൻസിന് അപ്പുറമായി നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടത്തപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ അവസ്ഥ തന്നെ മാറി. അതുകൊണ്ട് വചനം എന്ന് പറയുന്നത് നമുക്കൊരു പഠിക്കാനോ ഒരു മതഗ്രന്ഥമായിട്ട് കാണാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു പുസ്തകമായിട്ട് ബൈബിളിനെ കാണരുത്. അപ്പുറമായി അതിനെല്ലാം അപ്പുറമായിട്ട് ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് ആധികാരികമായി പ്രവർത്തിക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവസ്ഥ. നമുക്ക് എബ്രായ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ 8-ാം വാക്യം, അതിൻ്റെ 9-ാം വാക്യം, 2 വാക്യങ്ങളെ വായിക്കും. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ യേശു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായിരുന്നു. പുത്രനെങ്കിലും അവിടെ നമുക്കറിയാം, പുത്രനെങ്കിലും എന്നൊരു പദം അവിടെ പ്രയോഗിക്കപ്പെടുമ്പോൾ ആ കാര്യത്തിന്റെ പൂർണ്ണത, അത് പുത്രനാണെങ്കിലും അവിടെ എന്തോ ഒരു അപൂർണതയുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്യം വരുന്നത്, അല്ലേ? പുത്രനെങ്കിലും നമുക്കറിയാം, യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ് കയറിയ ഉടനെ സ്വർഗത്തിൽ നിന്ന് മുഴങ്ങിക്കേട്ട ശബ്ദമുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് കേട്ടൊരു ശബ്ദമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആ പുത്രത്വത്തിന്റെ അറിവോടുകൂടെയാണ് യേശുക്രിസ്തു മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടത്. നമുക്കറിയാം, യേശുക്രിസ്തു ജനിച്ചു കഴിഞ്ഞ് പുത്രനായി അങ്ങനൊന്നുമല്ല മനസ്സിലാക്കേണ്ടതല്ലേ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ കാണുന്നത്, മറിയ ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും? നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് ദൂതൻ പറഞ്ഞപ്പോൾ മറിയ ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും? എനിക്ക് പുരുഷനെ അറിയില്ല. ദൂതന്റെ മറുപടി ഇതായിരുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉൽപ്പാദിതമാകുന്ന വിശുദ്ധ പ്രജ. അങ്ങനെയാണ് യേശുക്രിസ്തു ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും എന്ന് പറയപ്പെടും. നമുക്ക് അവിടെയാണ് നമുക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥം കാണാൻ സാധിക്കും. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റപ്പോൾ സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. എന്നാൽ പിന്നത്തതിൽ മരുഭൂമിയിൽ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശുവിൻ്റെ അടുക്കൽ പിശാചു വന്ന്, പരീക്ഷകൻ വന്ന് ചോദിച്ച ആദ്യ ചോദ്യം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കുവാൻ പറ. അപ്പൊ അവിടെ സ്വർഗത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി, ഇവൻ ദൈവപുത്രൻ എന്ന്. എന്നാൽ പരീക്ഷകൻ ചോദിക്കുന്ന ചോദ്യം, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പമാക്കുക. യേശു അവിടെ അത്ഭുതമൊന്നും ചെയ്തു. എന്നാൽ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്ന കാര്യം, യേശുക്രിസ്തു ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെട്ടു പോയി. പരീക്ഷയെല്ലാം തികച്ചു. അവിടെ ജയാളിയായിട്ടാണ് കർത്താവ് പുറപ്പെട്ടു പോകും ശുശ്രൂഷയ്ക്കായിട്ട്. അങ്ങനെ പുറപ്പെട്ടു പോകുന്ന യേശുവിനെ പിന്നത്തെ നമ്മൾ കാണുന്നത് അശുദ്ധാത്മാക്കളോട് അധികാരത്തോട് അവൻ കൽപ്പിക്കുന്നു. അവൻ അധികാരത്തോട് അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുമ്പോൾ അവനെ അറിയുകൊണ്ട് അവയെ ശാസിച്ചു. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മിണ്ടിപ്പോരുതെന്ന് ശാസിച്ച് അവരെ പറഞ്ഞയക്കുന്നു. കാരണം അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദൈവപുത്രനായ ക്രിസ്തു. അത് പറഞ്ഞുകൊണ്ടാണ് ആ ദുരാത്മാക്കൾ ഓടിപ്പോയത്. അപ്പൊ അവിടെ നീ ദൈവപുത്രനെങ്കിൽ എന്നും മരുഭൂമിയിൽ വെച്ച് ചോദിച്ച പിശാച്, ആ പിശാചിന്റെ സൈന്യം മുഴുവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റും. എന്നാൽ അവിടെ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ കാണുന്നത് എങ്ങനെയാണ്,
ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കും. അപ്പൊ ഈ വാക്യത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമുണ്ട്. അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്: പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന. അപ്പൊ ആ ഇരിക്കുന്ന എന്ന പദപ്രയോഗത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇരുന്നവൻ എന്നല്ല, ഇരിക്കുന്ന. ഇപ്പോൾ പ്രസന്റ് ടെൻസിൽ ഇപ്പോൾ നിങ്ങൾ അവനെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അവനെ കേൾക്കാം. പക്ഷേ അവൻ ഇരിക്കുന്ന സ്ഥലം പിതാവിന്റെ മടിയിൽ. അതാണ് യേശു പറഞ്ഞത്, ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിലേക്ക് കണ്ടിരിക്കുന്നു. അപ്പൊ അത്രത്തോളം പിതാവുമായിട്ടുള്ള കൂട്ടായ്മയെ വളരെ 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 ലൈവായിട്ടാണ് കർത്താവ് പറയുന്നത്. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതന പുത്രൻ അവനെ വെളിപ്പെടുത്തി ഇരിക്കുന്ന. അപ്പൊ ആ പുത്രത്വം എന്ന് പറയുന്നതിനെ വളരെ ശക്തമായിട്ട് എടുത്തു പറയുന്നതാണ് ഈ വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, യേശു പറഞ്ഞൊരു കാര്യം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പിതാവ് ഒന്നാകുന്നു. അപ്പൊ അവിടെ അവര് യേശുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന്റെ കാരണം ഇതാണ്: നീ മനുഷ്യനായിരിക്കെ ദൈവപുത്രൻ നിന്നെ തന്നെ പറയുന്നത് കൊണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് അതിന്റെ 17-ാം വാക്യം, യേശു അവരോട്, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. 18-ാം വാക്യത്തിൽ, അങ്ങനെ അവന് ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെ താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികം ശ്രമിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുവിനെ അവർ കൊല്ലാൻ ശ്രമിച്ചു. കാരണം യേശു പറഞ്ഞു, പിതാവ്, സ്വർഗസ്ഥനായ പിതാവ്, ദൈവം എന്റെ പിതാവാണെന്ന്. അവിടെ പറയുമ്പോൾ 5-ാം അധ്യായത്തിലെ യേശു പിതാവ് ഒന്നാണെന്നുള്ള അർത്ഥത്തിൽ തന്നെ യേശു സംസാരിക്കുമ്പോൾ നമുക്ക് 10-ാം അധ്യായത്തിലും ഇത് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. യേശുക്രിസ്തു പിതാവിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് പറയും, വളരെ ശക്തമായിട്ട്. അതിന്റെ 25-ാം വാക്യം, 10-ാം അധ്യായത്തിന്റെ 25-ാം, യേശു അവരുടെ ഉത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാൻ പിതാവിന്റെ നാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകും. അപ്പൊ അവിടെ പിതാവിനെ കുറിച്ച് പറയും. അതിനുശേഷം അവിടെ വലിയ കോലാഹലം, വലിയ ആശയ സംഘടനയോടുണ്ടാകും. അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവര് ദേവന്മാർ നിങ്ങൾ തിരുവെഴുത്ത് എങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടാല്ലോ. അപ്പൊ അവിടെ പിതാവ്, ദൈവത്തെ സ്വന്തം പിതാവ് എന്ന നിലയിലാണ് അവിടെയും കർത്താവ് പറയുന്നത്. എന്നാൽ 14-ഉം 15-ഉം 16-ഉം 17-ഉം അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു സംശയത്തിനും ഇടവരാതെ കർത്താവ് പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാണ്, പിതാവ് എന്നിലും ഞാൻ പിതാവിലും വസിക്കുന്നു, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. അപ്പൊ അവിടെ പിതാവിനെ കുറിച്ചുള്ള, അതായത് നമ്മുടെ കർത്താവ്, അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ദൈവവുമായിട്ടുള്ള ഐക്യത്തെ, ദൈവമായിട്ടുള്ള അല്ലെങ്കിൽ പിതാവിനോടുള്ള ആ ഇക്വാളിറ്റിയെ വളരെ ശക്തമായി പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട്. അപ്പൊ അവിടെ യേശുക്രിസ്തുവിന്റെ വലിയ അവകാശവാദമെന്നല്ല അതിനെ നമ്മൾ പറയേണ്ടത്. യേശു എന്താണോ റിയൽ ആയിട്ട്, യേശുവിലേക്ക് നോക്കിയാൽ യേശുവും പിതാവ് ഒന്നാണ്. അവിടെ നമുക്ക് യേശുക്രിസ്തുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, പിതാവിനെയും കാണാനായിട്ട് സാധിക്കും, ആദമിനെയും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് യേശു മധ്യസ്ഥൻ എന്ന വാക്ക് പറയുന്നത്. യേശു പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ യേശുവിൽ വെളിപ്പെട്ടത് പൂർണ്ണ മനുഷ്യൻ, പൂർണ്ണ ദൈവം.
അഥവാ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു മനുഷ്യനിൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചാൽ അവൻ എന്താണ് എന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്. അപ്പൊ അവിടെ യേശുക്രിസ്തുവിനെ അവര് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. അവർക്കറിയേണ്ട ഒറ്റ കാര്യവും, നീ വന്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ, അത് അറിഞ്ഞാൽ മതി അവർക്ക്. പത്രോസ് ഒരിക്കൽ പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 16:16. എന്നാൽ യേശു അവിടെ പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾ മിണ്ടിപ്പോരുത്, ആരോടും പറയരുത്. അവരെ ശാസിച്ചു. അവരോട് ആരോടും ഇത് പറയരുതെന്ന് കർത്താവ് കർശനമായിട്ട് അവർക്ക് നിർദ്ദേശം. എന്നാൽ പിന്നത്തതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിശാച് ദുരാത്മാക്കളൊക്കെ അത് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ യേശുവിനെ മഹാപുരോഹിതൻ ചോദിച്ച ചോദ്യമാണ്, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തു, അതറിഞ്ഞാൽ മതി. അപ്പൊ അവിടെ യേശു പറഞ്ഞത് ഞാനാകുന്നു, അതുവരെയും ആരോട് പറയരുതെന്ന് പറഞ്ഞ കർത്താവ് അവിടെ മഹാപുരോഹിതൻ വിസ്തരിച്ച് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞു, ഐ ആം, ഞാനാകുന്നു. അപ്പൊ അങ്ങനെ യേശു പറഞ്ഞപ്പോ യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുപോയി ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്കൊരു ന്യായപ്രമാണം. അപ്പൊ അതനുസരിച്ച് ഇതിന് ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞതുകൊണ്ട്, ദൈവത്തോട് സമനാക്കിയതുകൊണ്ട് ഇവനെ ക്രൂശിച്ചേ പറ്റൂ, ഇവനെ മരണശിക്ഷ ഇവന് കൊടുത്തേ പറ്റൂ. അതായിരുന്നു അവരുടെ വലിയ വാദം. എന്നാൽ പിന്നത്തെ നമുക്കറിയാം, യേശുവിനെ ക്രൂശിച്ചു. അത് കഴിഞ്ഞപ്പോഴും അവിടെ ഉണ്ടാകുന്ന സംസാരം ഇതാ, ഈ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഇറങ്ങി വരട്ടെ. അപ്പൊ അവിടെ എല്ലാം ഉണ്ടാകുന്ന ചോദ്യം ഇതാ, ഇത് ദൈവത്തിന്റെ പുത്രൻ. എന്നാൽ യേശുവിന്റെ മരണാനന്തരം യേശു മരിച്ചപ്പോൾ കല്ലറകൾ പിളർന്നു, ഭൂമി കുലുങ്ങി, പാറ പിളർന്നു, ദേവാലയത്തിന്റെ തിരശ്ശീല മേൽ മുതൽ അടിയോളം രണ്ടായി ചീന്തിപ്പോയി, മരിച്ചവർ ഉയർത്തു. ഇതെല്ലാം അവിടെ എഴുതി വെച്ചു. അതിനോട് ചേർന്ന് അവിടെ നിന്ന് ശതാധിപൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ യഥാർത്ഥമായും ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നമസ്കരിക്കും. അപ്പൊ അവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു കാര്യം ഇതാണ്, ഇവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന ആ പ്രഖ്യാപനം അവിടെ നടത്തപ്പെടും. അതായത് പ്രിയപ്പെട്ടവർ, അവിടെ ഈ പുത്രൻ ദൈവപുത്രനാണോ എന്ന ചോദ്യമായിരുന്നു അവരുടെ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം. നിക്കോദീമസ് തന്നെ വന്ന് പറഞ്ഞു, നീ ഉയരത്തിൽ നിന്ന് വന്നില്ല എങ്കിൽ നിനക്ക് ഈ ചെയ്യുന്ന അത്ഭുതങ്ങളെ ചെയ്യാനോ ഈ പറയുന്ന കാര്യം ഇത്രയും മനോഹരമായ കാര്യങ്ങൾ ഉപദേശിക്കാനോ സാധ്യമല്ല. അതവർ പറയും, നിക്കോദീമസ് പറയുന്നത്. എന്നാൽ നമുക്കിവിടെ വചനത്തിൽ നമ്മളിപ്പോ വായിച്ചതായ എബ്രായ ലേഖനത്തില് അതിന്റെ 5-ാം അധ്യായം 8-ാം വാക്യം 9-ാം വാക്യം, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. പുത്രനെങ്കിലും, ഈ പുത്രനെങ്കിലും അവൻ തികഞ്ഞവനല്ല എന്നൊരർത്ഥത്തിലാണ് 9-ാം വാക്യം പറയുന്നത്. തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർ ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പൊ അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പൊ യേശുക്രിസ്തു പുത്രനാണ്, പക്ഷെ പുത്രനാണെങ്കിലും തികവുണ്ടായില്ല എന്നാണ് ഈ വാക്യത്തിൽ, ഈ 2 വാക്യങ്ങൾ ചേർന്ന് വായിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. അതായത് ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടവനായ ദൈവത്തിന്റെ കുഞ്ഞ്. ഇപ്പൊ പിതാവിന്റെ തൃത്വത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് വിശുദ്ധിക്ക് ഒരു കോംപ്രമൈസും ചെയ്യാത്ത പിതാവ്, വിശുദ്ധിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറല്ലാത്ത പിതാവ്. എന്നാൽ ആ കോംപ്രമൈസിന് തയ്യാറല്ലാത്ത പിതാവിൽ തന്നെ പുത്രനായിട്ട് അശുദ്ധിർക്ക് വേണ്ടി, പാപം ചെയ്തവർക്ക് വേണ്ടി മധ്യസ്ഥനായി അടിക്കപ്പെടുന്ന, തന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന, ക്ഷമിക്കുവാൻ കാരണഭൂതനായി തീരുന്ന പുത്രൻ. എന്നാൽ അങ്ങനെ പുത്രന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ അതറിയാതിരുന്നാലും അവരെ ആ അറിവിലേക്ക് നയിക്കുകയും അറിയാതിരിക്കുമ്പോൾ അവരിൽ വസിച്ച് ദുഃഖിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ, മുറിപ്പെടുന്ന അല്ലെങ്കിൽ
അവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, കൈവിടാത്ത പരിശുദ്ധാത്മാവ്. അപ്പൊ ആ വിശുദ്ധിക്ക് ഒരു കോംപ്രമൈസും ഇല്ലാത്ത പിതാവ്, അശുദ്ധരോട് അവരുടെ പാപത്തിനോട് അടിക്കപ്പെട്ടവനായ യേശു, അവരെ ആ ക്ഷമയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ മൂന്ന് നേച്ചറും കൂടെ ഒരുമിച്ച് കാണുന്നതാണ് തൃത്വം. അപ്പൊ ഇവിടെ പുത്രൻ ലോക സ്ഥാപനം മുതൽ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാടും, കൃപയും സത്യം നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോകസ്ഥാപനം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിൽ തന്നെ യേശുവിനുണ്ടായിരുന്ന വലിയ ദൗത്യം ഇതായിരുന്നു. എന്താണ്? അനുസരണം പഠിച്ച് തികഞ്ഞവനാകുക. അതായത് ആദിയിൽ വചനമായിരുന്നവൻ ജഡമായി തീർന്ന് മനുഷ്യന്റെ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ച് നമ്മുടെ അകൃത്യങ്ങൾ തന്റെ ജഡത്തിൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി ക്രൂശിലെ മരണപുനരുത്ഥാനത്തെ ജഡശരീരത്തെ ഉരിഞ്ഞു കളഞ്ഞൊരു പരിച്ഛേദന. അതെ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനായ യേശു മരണപുനരുത്ഥാനത്തോടുകൂടെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, വളരെ മനസ്സിലാക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യം, നമുക്ക് ഫിലിപ്പിയർ ലേഖനത്തിൽ പറഞ്ഞ ജഡത്തെ ഉരിഞ്ഞു കളയുന്ന പരിച്ഛേദന, ജഡശരീരം ഉരിഞ്ഞു കളയുന്ന പരിശീലനം. അപ്പൊ അവിടെ യേശുക്രിസ്തുവിന്റെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞ, അതായത് നമുക്കറിയാം, വാതിൽ തുറന്നാൽ മാത്രം അകത്ത് കടക്കാൻ കഴിയുന്ന യേശു. അതുപോലെ നമുക്കറിയാം, പ്രത്യക്ഷനാകാൻ അപ്രത്യക്ഷനാകാൻ പെട്ടെന്ന് അങ്ങനൊന്നും ചെയ്തിട്ടില്ലാതിരുന്ന യേശു പുനരുത്ഥാനം കഴിഞ്ഞപ്പോൾ അവനിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞ ഒരു പരിച്ഛേദനയേറ്റവനായിട്ട് അവൻ പിന്നത്തതിൽ യഥാർത്ഥ ദൈവിക പ്രജയായിട്ട്, അല്ലെങ്കിൽ സ്വർഗീയ ആയ നിലയിൽ തേജസ്സുള്ള ശരീരമുള്ളവനായിട്ട് അവൻ മാറി. അപ്പൊ അവിടെ യേശുക്രിസ്തുവിന്റെ മേൽ, യേശുക്രിസ്തുവിൽ അനുസരണം പഠിച്ച് തികഞ്ഞവനെ. എന്താണ് ഈ അനുസരണം പഠിച്ച് തികഞ്ഞവനാകുക? അതായത് പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തപ്പോൾ ആദാമും ആദാമ്യ തലമുറയും കർത്താവിൽ നിന്ന് അകന്നുപോയി, ദൈവസ്നേഹത്തിൽ നിന്ന് വിട്ടുപോയി. അവിടെ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോയ ആദമിന്റെ തലമുറയെ കുറിച്ച് നമ്മൾ കാണുന്നത് തലമുറയാണ് പിന്നീട് സഭയെന്ന് പറയും, അല്ലേ? അപ്പൊ അങ്ങനെ സഭയെന്ന് പറയും. ആ സഭയെ കുറിച്ച് നമ്മൾ കാണുന്നത് യേശുക്രിസ്തു തന്നെ തലയായിരിക്കെ സഭ ശരീരമാണ്, ശരീരം സഭയാണ്. അപ്പൊ ഈ ശരീരമാകുന്ന സഭ ശരീരമായി തീരുന്ന ഒരു നില, അതെത്രയോ മനോഹരം. അപ്പൊ അങ്ങനെ ശരീരം ആകുന്ന സഭ പാപനിമിത്തം ആദാം മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പൊ യേശുവിന്റെ ശരീരമാകുന്ന സഭ ആ തലയോട് വേർപെട്ടു പോയി. എന്നാൽ എന്താണ് സംഭവിച്ചത്? യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ, യേശുക്രിസ്തുവിലുള്ള നമുക്ക് കാണാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ സംഭവിച്ച ഒരു കാര്യം, അകന്നുപോയ ശരീരത്തെ, അല്ലെങ്കിൽ വേറുപൊട്ടു പോയ ശരീരത്തെ യേശുവിന്റെ മരണപുനരുത്ഥാനത്താൽ വീണ്ടും കൂട്ടിയോജിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ എന്താ സംഭവിച്ചത്? അനുസരണം പഠിച്ച് തികഞ്ഞവന്, അതായത് അവൻ തലയായ ക്രിസ്തു ശരീരമാകുന്ന സഭയെ വീണ്ടും പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ അനുസരിക്കുക, ഈ അനുസരിക്കാൻ സാധിക്കണമെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചു നോക്കുക. നമ്മള് ഈ ഭയം കൊണ്ട് ചിലരൊക്കെ അനുസരിക്കാറുണ്ട്, പേടി കൊണ്ട്, ശിക്ഷ വരുമെന്നോ, അല്ലെങ്കിൽ പ്രായമുള്ള ആളാണ്, അധികാരമുള്ള ആളാണ്, ഭയം കൊണ്ട് അനുസരിക്കുന്നത്. എന്നാൽ നോർമലി ഒരാളെ അനുസരിക്കണമെങ്കിൽ പല ഘടകങ്ങളുണ്ട്. ഒന്ന്, താൻ അനുസരിക്കുന്ന ആളെ കുറിച്ച് വ്യക്തമായ ഒരു അറിവും അയാളെ കുറിച്ച് ഒരു ബോധ്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് നഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അനുസരിക്കാൻ പ്രയാസമുണ്ട്. അല്ല, പക്ഷെ ഒരു പ്രയാസമുള്ള ഒരു കാര്യത്തിലാണ് അനുസരിക്കേണ്ടി വരുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവിടെ എന്തിനാവശ്യമുണ്ട്? അവിടെ ഞാൻ ആരെയാണോ അനുസരിക്കുന്ന ആ വ്യക്തിയെ എനിക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ വെല്ലുവിളികളെ വകവെക്കാതെ അനുസരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഭയം കാരണം, അല്ലെങ്കിൽ ആ വെല്ലുവിളിയെ ഓർത്ത് ഞാൻ പുറകോട്ട് മാറി.
ഇവിടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനം, യേശു പിതാവിനെ പൂർണ്ണമായി അറിഞ്ഞവനായതുകൊണ്ട് അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു മടിയില്ല. കാരണം അവനറിയാം തന്നെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു പിതാവ്. അതായത് ആമേൻ, മരണത്തിന് തന്നെ പിടിച്ചു വെക്കാൻ സാധ്യമല്ല എന്ന് യേശു അറിഞ്ഞു. അപ്പൊ അനുസരണം പഠിച്ച് തികഞ്ഞവനായിത്തു, അനുസരണം പഠിച്ച് തികഞ്ഞവനായിത്തു. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെയും എന്റെയും ജീവിതത്തിനകത്ത് നമ്മള് പരിപൂർണരായി തീർന്നത് യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിന് ഇവിടെ പറയുന്നൊരു കാര്യം ഇതാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. യേശുവിനെ അനുസരിക്കുന്ന ഏവർക്കും. അപ്പൊ അവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ഒന്ന്, പിതാവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പിതാവ് പറഞ്ഞ സകല കൽപ്പനകളും നിവർത്തിക്കുക. അതെന്ത് ചെയ്തു? പുത്രൻ പിതാവ് പറഞ്ഞ സകല കൽപ്പനകളും പുത്രനായ യേശു ക്രിസ്തു നിർവഹിച്ചു, നിവർത്തിച്ചു. അങ്ങനെ യേശു അതിനെ നിവർത്തിച്ചപ്പോൾ ഇനി യേശുവിനെയാണ് നാം അനുസരിക്കേണ്ടത്. യേശുക്രിസ്തുവിനെയാണ് അനുസരിക്കേണ്ടത്. യേശുക്രിസ്തുവിനെ അനുസരിച്ചാൽ ഇനി നാം പ്രവൃത്തി ചെയ്യുകയല്ല വേണ്ടത്. എന്നെ വിശ്വസിക്കുക, എന്നെ വിശ്വസിക്കുന്നതിന് മരിച്ചാൽ ജീവിക്കും. പിതാവ് പറഞ്ഞത് ഞാൻ പറയുന്ന പ്രവൃത്തികൾ അനുസരിച്ചാൽ നിങ്ങൾ ജീവിക്കും. യേശു പറയുന്നത് ഞാൻ അനുസരിച്ചു നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ എന്നെ വിശ്വസിച്ചാൽ മതി. ഞാൻ പറയുന്നതിനെ, ഞാൻ ചെയ്തതിനെ, ഇഫ് യു ബിലീവ് യു ക്യാൻ ലീവ് എവർ, നിങ്ങൾക്ക് എന്നേക്കും ജീവിക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ, ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ ഓടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ളില് പ്രയാസങ്ങളും ഭാരങ്ങളും കുറ്റബോധവും ഒക്കെ കൊണ്ട് നമ്മളെ പലപ്പോഴും ഞെരുക്കി തളർത്തിക്കളയും. പ്രിയപ്പെട്ടവർ, ഒരിക്കലും നമ്മളെ ഞെരുങ്ങി തകർന്ന് തീർന്നു പോകാനുള്ളവരല്ല. കാരണം യേശു ഒരിക്കലായി എന്നേക്കുമായി നമ്മുടെ പാപത്തെ പരിഹരിച്ചു. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, നമ്മളെ നിത്യജീവൻ അവകാശികളാക്കി മാറ്റി. നാം അറിയേണ്ട ഒരു കാര്യം എന്താ പറയുക, നമ്മുടെ ശരിതെറ്റുകളെ വെച്ച് നമ്മളെ മനസ്സിലാക്കുന്നതിന് പകരമായി പ്രത്യുത യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് ചേർത്ത് വെച്ച് നമ്മളെ നോക്കണം. അവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? യു ആർ ബ്ലെസ്ഡ്, യു ആർ റൈച്ചസ്, യു ആർ ഹോളി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു ക്രിസ്തു അനുസരണം പഠിച്ച് തികഞ്ഞവനായി, പരിപൂർണനായി. എങ്ങനെയാണെന്നറിയാമോ? അവന്റെ അനുസരണമാണ് നിങ്ങളെയും എന്നെയും ദൈവം മക്കളാക്കി മാറ്റി. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുപോയി നിങ്ങളെ എന്നെയും മക്കളാക്കി മാറ്റി. അതായത് തലയാകുന്ന ക്രിസ്തുവിനോട് നമ്മെ ചേർത്ത് നിർത്തി. യെസ്, അങ്ങനെ തലയാകുന്ന ക്രിസ്തുവിനോട് നാം ചേർന്ന് നിൽക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇനി ഒരു വിധത്തിലും നമുക്കൊരു തിന്മയോ ദോഷമോ ചെയ്യാൻ ആർക്കും സാധ്യമല്ല. അതെ, മരണാധികാരിയെ പിശാചിനെ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ആർക്കും ഇനി നിങ്ങളെ തകർക്കാൻ സാധ്യമല്ലാത്ത വിധം നിങ്ങളെ നീതീകരിച്ചിരിക്കും. ആമേൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ വചനത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ആമേൻ, ക്രിസ്തു യേശുവിൽ നാം തികഞ്ഞവർ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ നാം തികഞ്ഞവരായി. നമ്മൾ അനുസരിച്ചല്ല തികഞ്ഞവരായി, അനുസരിച്ചവനായ ക്രിസ്തുവിൽ വിശ്വസിച്ച് നാം തികഞ്ഞവരായി. അതുകൊണ്ടാണ് കൊലോസ്യർ ലേഖനം 2:10 പറയുന്നത്, സകല വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവന് നിങ്ങൾ പരിപൂർണൻ. അപ്പൊ നമ്മൾ പരിപൂർണരായി തീർന്നത് നമ്മുടെ പ്രവൃത്തികളല്ല, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തിയെ വിശ്വസിച്ചിട്ട് നമ്മൾ പരിപൂർണരായി തീർന്നു. അതായത് പ്രിയപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സാമ്പത്തികമായ ക്ലേശങ്ങൾ, ശാരീരികമായ രോഗം, വൈകാരികമായ പ്രയാസങ്ങൾ, നിങ്ങൾ ഏത് അവസ്ഥയിൽ കൂടെ പോകുന്നെങ്കിലും നിങ്ങൾ പരിപൂർണരായി തീർന്നു. നാം പരിപൂർണരായി തീർന്നത് പ്രവൃത്തി കൊണ്ടല്ല, വിശ്വാസത്താൽ. എന്ത് വിശ്വസിച്ചു? യേശുവിന്റെ തികവുള്ള പ്രവൃത്തിയെ വിശ്വസിച്ച് നമ്മൾ നീതിമാന്മാരെ. അതെ,
ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യം ഉണ്ടാകട്ടെ. നമ്മുടെ പ്രവർത്തികളാലല്ല നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തികളാലല്ല. യേശു എനിക്ക് വേണ്ടി സകലതും ചെയ്തു തീർത്തു. അങ്ങനെ ഞാൻ ഇനിയും പ്രവർത്തിക്കണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു വീടിന്റെ കംപ്ലീറ്റ് പണിയും പൂർത്തീകരിച്ചു എങ്കിൽ പിന്നെ നമുക്കിനി അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പെർഫെക്റ്റ് വർക്കായി. അങ്ങനെ ഒരു വീട് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊന്നും ആഡ് ചെയ്യാനില്ലെങ്കിൽ, പിതാവായ ദൈവം തന്റെ സ്വന്തം പുത്രനെ പെർഫെക്റ്റ് സാക്രിഫൈസ് ആയിട്ട്, ഏറ്റവും ബെസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് സാക്രിഫൈസ് ആയിട്ട് ക്രൂശിൽ കൊടുത്തപ്പോൾ ഇനി നമുക്ക് അതിനോട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അവൻ നമ്മുടെ രക്ഷയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു. നാം ചെയ്യേണ്ട ഒറ്റ കാര്യം ഇനി ആമേൻ പ്രവർത്തിച്ചല്ല, വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച് ജീവൻ പ്രാപിച്ച് നിലനിൽക്കുക എന്നുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനാടി സ്തോത്രം ചെയ്യുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നന്ദി പറയുന്ന കർത്താവരുടെ ജീവിതത്തിൽ, അങ്ങയോടുള്ള ബന്ധത്തിൽ, അങ്ങയോടുള്ള ആ കൂട്ടായ്മയിൽ, അവരുടെ ജീവിതത്തിൽ അങ്ങ് ക്രൂശിൽ ചെയ്തു തീർത്ത പ്രവർത്തികളിലുള്ള ഉറപ്പ് അവർക്കുണ്ടാകട്ടെ. അങ്ങയുടെ അടിപ്പിണരാൽ വന്ന സൗഖ്യം, അങ്ങയുടെ രക്തത്താൽ വന്ന വിശുദ്ധീകരണം, അങ്ങ് മരത്തിൽ തൂങ്ങി മരിച്ചതാൽ വന്ന അനുഗ്രഹം, അങ്ങ് ദരിദ്രനായി തീർന്നത് കൊണ്ട് വന്ന ഐശ്വര്യം, സമ്പത്ത്, സമൃദ്ധി ജീവിതത്തിൽ മനസ്സിലാക്കി മുന്നേറുവാൻ ഓരോരുത്തരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കുന്ന കൂടുതൽ കൂടുതൽ ദൈവകൃപയും കൂടുതൽ ദൈവ സാന്നിധ്യത്തിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ മഹത്വമേറിയ കരങ്ങളിൽ മറയ്ക്കണം. ഇന്നുവരെയും പരിപാലിച്ച ദൈവകൃപയ്ക്കാൻ നന്ദി. കൃപയെ സൂക്ഷിക്കണം. എല്ലാ മഹത്വം അർക്കപ്പെട്ടു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മള് യേശുക്രിസ്തുവിന്റെ പൂർണ്ണത, അതായത് ഒരു പെർഫെക്റ്റ് വ്യക്തിക്ക് മാത്രമേ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളെ അംഗീകരിക്കാൻ പറ്റൂ. ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആള് ഞാൻ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാനായിട്ട് പെർഫെക്റ്റ് അല്ലാത്തൊരു കുറ്റം. പക്ഷെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യന് മാത്രമേ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ എന്നെയും ഈ ലോകത്ത് സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് യേശു മാത്രമേ. അതുകൊണ്ടാണല്ലോ എല്ലാവരും കല്ലുമായിട്ട് കൊല്ലാൻ വന്നു നിന്ന സ്ത്രീയെ യേശു നീതീകരിച്ച് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് നീതീകരിക്കപ്പെടാനായിട്ട് നാം ചെയ്യേണ്ട ഒറ്റ കാര്യം, യേശു ക്രിസ്തു എൻ്റെ നീതിക്കായി ചെയ്ത ആ വലിയ ത്യാഗത്തെ, ആ ക്രൂശ് മരണത്തെ വിശ്വസിക്കുക. വിശ്വാസത്താലുള്ള നീതീകരണത്തോടുകൂടെ, നീതിബോധത്തോടുകൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.